ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പറഞ്ഞതുപോലെ സിദ്ദിഖ് ഇടക്കാല ജാമ്യവുമായി പുറത്തിറങ്ങി. കഴിഞ്ഞ 8 ദിവസമായി ഒളിവിലായിരുന്നു സിദ്ദിഖ് എന്ന് ആലോചിക്കണം. ആ സിദ്ദിഖ് നാട് വിട്ടുപോയി, രാജ്യം വിട്ടുപോയി എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. അപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നത് എന്താ? സിദ്ദിഖ് എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട്, പോലീസിൻ്റെ കൺവെട്ടത്തുണ്ട്, പ്രിയപ്പെട്ടവരുടെ കണ്ണത്തട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ ഷാരൂഖ് ഖാൻ്റെ വക്കീലാണെന്ന് കേട്ടപ്പോൾ തീരുമാനിച്ചു അഭിപ്രായത്തിൽ ഒരഭിപ്രായം തന്നെ, ജാമ്യം ഉറപ്പ് എന്ന്. ആരാണ് കളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് എന്താ? ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതാണെന്ന് ആലോചിക്കണം. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയെന്ന് ആലോചിക്കണം. ഇവിടെ നിന്ന് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് എന്താ? കഴിഞ്ഞ 8 വർഷമായ കേസാണത്. സർക്കാർ എന്താ അന്ന് പറയായിരുന്നത്? മാത്രമല്ല അന്ന് പറഞ്ഞ പരാതി ഇപ്പോൾ പറഞ്ഞെന്താ? അതായത് ഈ പ്രതി കുറ്റവാളിയാണോ, കുറ്റം ചെയ്തിട്ടുണ്ടോ, ഈ ദോഷമുണ്ടായിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചു. മാത്രമല്ല വേറൊരു കാര്യം കൂടി പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരിക്കുന്നു. പെൺകുട്ടിയെക്കുറിച്ച് പെൺകുട്ടിയുടെ ഭാഗം വിശ്വസിക്കാൻ ഇതുവരെ കോടതി തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനും കഴിഞ്ഞത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പോയത് എങ്ങനെയാണ് പോയിരിക്കുന്നത് ഇവിടെ? അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന കേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം കൂടി അതായത് സിദ്ദിഖിന് ജാമ്യം കിട്ടാവുന്ന പഴുതുകളെല്ലാം ഇട്ടുകൊണ്ടാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നവരൊക്കെ അതിജീവിതയ്ക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. അല്ലാന്ന് വളരെ വ്യക്തമായി ആലോചിക്കണം. ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പല വക്കീലുമാരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. നമുക്ക് അടുപ്പമുള്ള ചില ആൾക്കാരായി ചോദിച്ചു. അപ്പോൾ ഈ ജാമ്യത്തിൻ്റെ ഈ പ്രശ്നം, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ മുകേഷിൻ്റെ കാര്യം എടുക്കുക, ഇടവേള ബാബുവിൻ്റെ കാര്യം എടുക്കുക, രഞ്ജിത്തിൻ്റെ കാര്യം, ഇങ്ങനെ കുറേ പേരുടെ കാര്യം എടുക്കുക. അവർ മുൻകൂർ ജാമ്യം അവർക്ക് അനുവദിച്ചെങ്കിലും അവരെ അറസ്റ്റ് ചെയ്ത് മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു തൽക്കാലം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇവിടെ ഇപ്പം എന്താ? 2 ആഴ്ചയിലേക്ക് തുടരുത്. ആരെ? സിദ്ദിഖിന് ഒരു കുഴപ്പം 2 ആഴ്ച തുടരുത് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇടക്കാല ജാമ്യമാകുമ്പോൾ കേസ് വെച്ച് പോലീസിന് അറസ്റ്റ് ചെയ്ത് വിടാം. അതിനൊക്കെ വകുപ്പുണ്ട് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല വേറെ 2 കേസുകൾ ഞങ്ങൾ പറഞ്ഞ പോലെ 2 കേസുകൾ കൂടി ചാർജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുള്ളതാണ് ശരിക്കും. കാരണം നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നുള്ളതാണ്. സിദ്ദിഖ് രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ ചെയ്തോട്ടെ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്താ? കഴിഞ്ഞ ദിവസമായ സംഭവം ഇവരെ കൂടെയുള്ള, അതായത് സിദ്ദിഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളെ വേട്ടയാടി പിടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു പബ്ലിസിറ്റി ആയിരുന്നു നിലയ്ക്കണം. എന്തിന് വേട്ടയാടി പിടിക്കുന്നു? ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദ്യം ചെയ്തിരിക്കാം സ്വാഭാവികമായിട്ടും. ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് വേറൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം അല്ല. ഇവിടെ ശരിക്ക് പോലീസ് പലരെയും വേട്ടയാടിയ സംഭവം ഉണ്ടെന്ന് ആലോചിക്കണം നമുക്ക്. വീട്ടുകാർ പോലും സ്വപ്നത്തിൽ പോലും അറിയാത്ത കാര്യങ്ങൾക്ക് അവരെ പോലും വേട്ടയാടി എത്രയോ സംഭവങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നല്ല ഇവിടെ നമ്മൾ നോക്കുക. ഇപ്പം ഇത് കഴിഞ്ഞ് ഈ റിസൾട്ട് വന്നു. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ റാങ്കിൻ്റെ പ്രശ്നമൊന്നുമല്ല. ജയിലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്ന പോലൊന്നുമല്ല. അതായത് തടവറ എന്ന് പറയാൻ പാടില്ലല്ലോ, ഒളിവ് ജീവിതം, അതായത് സുഖകരമായ ഒളിവ് ജീവിതത്തിൽ നിന്ന് 8ാമത്തെ ദിവസം സിദ്ദിഖ് പുറത്തിറങ്ങി സുപ്രീം കോടതിയുടെ വിധിയോടെ പലരുടെയും അനുഗ്രഹങ്ങളോടെ പുറത്തിറങ്ങി എന്നുള്ളതാണത്. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് അവിടെ ചെല്ലണം. അങ്ങനെ ചെല്ലണം എന്ന് പറഞ്ഞാൽ അവിടെ സദ്യക്ക് പോകണമെന്നില്ല. അവിടെ അപ്പോൾ ശരിക്ക് സംസ്ഥാന ഗവൺമെൻറ്റിനോട് സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ അതിജീവിതത്തോടും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെന്താ? ഇപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ ഇടക്കാല ജാമ്യം എന്നുള്ളത് ശരിക്കും മുഴുവൻ ജാമ്യമായി തീരുമെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് സംശയമില്ല. കാരണം ഇനി ജാമ്യം ഫുള്ളായിട്ട് കിട്ടുമെന്നുള്ളതാണ്. കാരണം കോടതിയുടെ പരിഗണനയിൽ സത്യസന്ധമായി സിദ്ദിഖ് കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്. അത് 8 വർഷം മുമ്പുള്ള കാര്യം എന്നുള്ളത്. ഈ 8 വർഷത്തിന് കണക്ക് പറയുമ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഒരു കൂട്ട് സംസാരിച്ചു. ഇവിടെ നമ്മുടെ മുൻപത്തെ പഴയ കേസുകളിൽ
അതായത് നക്സൽ വർഗീസ് സഖാവിനെ വെടിവെച്ച് കൊന്ന കേസിൻ്റെ 10, 20, 25 വർഷം കഴിഞ്ഞിട്ട് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ, പുനലൂർക്കാരനായ രാമചന്ദ്രൻ നായർ തൻ്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് 25 വർഷം കുറ്റസമ്മതം നടത്തി. ഞാനാണ്, ഇന്ന പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെയാണ് വെടിവെച്ച് കൊന്നത് എന്ന്, എനിക്ക് ശിക്ഷ വേണം, എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കൂ, എന്നാലും എനിക്കിത് പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആഘാതങ്ങൾ കോടതി കൂടി വിധി പ്രസ്താവിക്കുള്ളൂ. അപ്പോൾ ഈ 25 വർഷമോ 20 വർഷമോ എത്ര വർഷം കഴിഞ്ഞു എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഇവിടെ അന്നും പറഞ്ഞിട്ടുണ്ട്, ഈ അതിജീവിത പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രായപൂർത്തിയായി വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ അത് അന്ന് പറയാൻ ഭയമുള്ളപ്പോഴാണ് പറയാതിരുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ കുറേയും കൂടി ധൈര്യം പലരും പല കാര്യങ്ങളും പറഞ്ഞ് ധൈര്യം സംഭരിച്ച കൂട്ടത്തിൽ പറയാൻ തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഇത്തരം കേസുകളിൽ അടച്ച് ആക്ഷേപിക്കണം, എല്ലാവരെയും കുറ്റപ്പെടുത്തണം, എല്ലാവരെയും കുറ്റം ചെയ്യണം, അറസ്റ്റ് ചെയ്യണമെന്നുള്ള പക്ഷക്കാരൊന്നുമല്ല. കാരണം കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളത് നേരിട്ട് കണ്ടിട്ടുണ്ട്, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഒരു വേറെ കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡെയിലി ഒരു ദിവസം തന്നെ ചാനലുകളിലെങ്ങനെ ദുരിതഗതി എന്താ, അതായത് നമ്മളൊക്കെ മുമ്പ് കണ്ടിട്ടില്ലേ ഇങ്ങനെ നമ്മുടെ ഈ ചില സംഭവങ്ങളിൽ അസുഖം ബാധിച്ചിങ്ങനെ മരിച്ചു വീഴുന്നവരെ പോലെ ഈ ബലാത്സംഗ കേസുകളും സ്ത്രീപീഡന കേസുകളും നിരനിരയായി സംവിധായകർക്കും നടന്മാർക്കും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് പറയുന്നത് ഇവിടുത്തെ വലിയ വലിയ നടികളോ അവരൊന്നുമല്ല, ഈ പറഞ്ഞ ചില ആൾക്കാർ തന്നെയാണ് പറഞ്ഞിരിക്കണമെന്ന് ആലോചിക്കണം. അതിൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചവർ പറഞ്ഞ എന്താ, നിങ്ങളിത് എന്തുകൊണ്ട് മുൻപ് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയാമോ? അന്ന് പറയാതിരുന്നത് ഞങ്ങളുടെ മക്കളുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, അവർ കൊച്ചു കുട്ടികളാണ്, അന്ന് കുടുംബത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പറയാതിരുന്നതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവരിത്രയും വർഷത്തിന് ശേഷം ഇപ്പോൾ പറയുമ്പോൾ ഈ ആരോപണ വിധേയരായി നിൽക്കുന്നവർക്ക് കുടുംബമുണ്ട്, അവർക്ക് മക്കളുണ്ട്, അവർക്ക് പേരക്കുട്ടികളുണ്ട്, അവർ 25 വർഷത്തിന് ശേഷം ഈ നാട്ടിൽ പല രീതിയിലും പ്രശസ്തരായ. അപ്പം അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. നമുക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഇത്ര കുറ്റം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ പറയൂ, എന്തിനു നീട്ടിവെക്കുന്നു? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കേസിൻ്റെ ഗതി എവിടെ പോകുമായിരുന്നു ആലോചിക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് വളരെ പ്രമാദമായ കേസുണ്ട്, അതിജീവിതയുടെ മറ്റൊരു കേസ്, നടി അതിജീവിതയുടെ കേസ്. അത് നടന്നു, അന്ന് തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി. അത് തുടങ്ങിയിട്ടും ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് പോലും 7-7.5 വർഷമായിട്ടും ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. ഏത് വിചാരണ പൂർത്തിയായിട്ടില്ല. സാക്ഷി വിസ്താരം പൂർത്തിയായിട്ടുണ്ടെങ്കിലും പ്രതികളെ വീണ്ടും ഇപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോയിരിക്കുക. ആ അവസ്ഥയിലാണ് ഈ പുതിയ കേസുകൾ വന്ന് അതിൽ കുറേ നടന്മാർ കൂടിയിരിക്കുന്ന ആലോചിക്കണം. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് കുറച്ചും കൂടി ബ്രൂട്ടലായി സിദ്ദിഖ് കൈകാര്യം ചെയ്തു എന്ന് അതിജീവിത പറഞ്ഞിരിക്കുന്നു, ഹോട്ടൽ പറഞ്ഞിരിക്കുന്നു, എല്ലാ തെളിവും പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് സുപ്രീം കോടതിയുടെ ഈ ചോദ്യം വന്നിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖ് പുറത്തിറങ്ങി, സിദ്ദിഖിന് വേണ്ടപ്പെട്ട ലഡ്ഡു വിതരണം ചെയ്തു. അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ജയിലടച്ചുകൊണ്ട് പുറത്തു വിടുന്നത് പോലെ ഉള്ളൊരു ആഹ്ലാദം ഈ രാജ്യത്ത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് ആലോചിക്കണം. അതിന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് നീതിന്യായ വ്യവസ്ഥയിൽ ആഗ്രഹവും താല്പര്യവും വിശ്വാസവും ഉള്ള പോലെ തന്നെ നമുക്കൊരു ഗവൺമെൻറ് അജ്ഞാനുവർത്തികളായി ജീവിക്കുന്ന ക്രമസമാധാനത്തിൻ്റെ ആൾക്കാരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരെ കീഴിലുള്ളൊരു വിശ്വാസമുണ്ടെന്ന് ആലോചിക്കണം. ആ വിശ്വാസം പണമുള്ളവർക്കും സ്വാധീനമുള്ളവർക്കും വേണ്ടി മാത്രമാകുമ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്നു. ഇത് നീതിയുടെ ലക്ഷണമാണോ എന്ന്.